ഹായ് കൂട്ടുകാരെ, സൈക്കിൾ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു കാഴ്ച കാണിച്ചിരുന്നു, നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസാണ്. തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറ വേങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള SUT ഹോസ്പിറ്റൽ വട്ടപ്പാറ കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും അതിലെ കയറി വരുന്ന വഴിയാണ് അത് നമ്മുടെ വേങ്ങോട് ജംഗ്ഷനിൽ നിന്നും കയറി വരുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റൽ ഇപ്പോൾ ഈ കാണുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ SUT വട്ടപ്പാറ ഹോസ്പിറ്റലാണ്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് SUT വട്ടപ്പാറയെക്കുറിച്ചുള്ള SUT ഹോസ്പിറ്റൽ, SUTയുടെ മൊത്തം ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. വീഡിയോസ് ഇവിടുത്തെ ആയിരിക്കും കാണിക്കുന്നത്, എന്നാലും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫുൾ കാര്യങ്ങളാണ് നമ്മൾ അറിയിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, SUT എന്നത് ശ്രീ ഉത്രാടം തിരുനാൾ എന്നാണ് കേട്ടോ. അതാണ് SUT ഹോസ്പിറ്റൽ, ശ്രീ ഉത്രാടം തിരുനാൾ ഹോസ്പിറ്റൽ. അപ്പോൾ ശ്രീ ഉത്രാടം തിരുനാൾ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥാപനം 2006 സ്ഥാപിതമായത്. നമ്മുടെ മൂകാംബിക ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇത് കൈകാര്യം ചെയ്തു വരുന്നത് കേട്ടോ. കൂട്ടുകാരെ, ഈ സ്ഥാപനത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1987 അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന EK നയനാർ ശ്രീ ഉത്രാടം തിരുനാൾ ആശുപത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിൻ്റെ ഈ ഭാഗത്ത് 3ാം ഘട്ട പരിചരണ സൗകര്യങ്ങൾ വളരെ അപര്യാപ്തമായിരുന്ന ഒരു സമയത്ത് അത്തരം നൂതന മെഡിക്കൽ ശസ്ത്രക്രിയാ സൗകര്യങ്ങൾ ഒന്നൊന്നായി സ്ഥാപിക്കുക എന്നതായിരുന്നു ആശുപത്രിയുടെ പ്രധാന ലക്ഷ്യം. ഇൻ്റർവെൻഷണൽ കാർഡിയോളജി, ഓപ്പൺ ഹാർട്ട് സർജറി എന്നിവയ്ക്കുള്ള പൂർണ്ണ സൗകര്യങ്ങളോടെയാണ് ആശുപത്രി ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ഹൃദയമിടിപ്പിനുള്ള കൊറോണറി ആർട്ടറി ബൈപ്പാസ് സർജറി ഇവിടെയാണ് നടത്തിയത്. ആദ്യത്തെ മിട്രൽ വാൽവുലോപ്ലാസ്റ്റി 1988, അതായത് 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇവിടെ നടത്തിയത്. SUT ഗ്രൂപ്പ് 2001 പട്ടത്ത് SUT മദർ ആൻഡ് ബേബി ഹോസ്പിറ്റൽ എന്ന 2ാമത്തെ ആശുപത്രി ആരംഭിച്ചു. പ്രസവ ചികിത്സ, ഗൈനക്കോളജി, നിയോനാറ്റോളജി എന്നീ മേഖലകളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണത്തിനായി ഇത് സമർപ്പിച്ചിരിക്കുന്നു. 30 ഏക്കർ സ്ഥലത്ത് 2006 അക്കാദമി ആരംഭിക്കുന്നത്. 2010 ഉള്ളൂരിനടുത്ത് ഒരു പുതിയ SUT റോയൽ ആശുപത്രി ആരംഭിച്ചു. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ വട്ടപ്പാറയിൽ ഡോക്ടർ KN പൈ ഹാർട്ട് ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള SUT ഗ്രൂപ്പ് താങ്ങാനാവുന്ന ചെലവിൽ വൈദ്യ ചികിത്സ നൽകുന്നതിനായി ഒരു SUT റൂറൽ ജനറൽ ആശുപത്രി സ്ഥാപിച്ചു. പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പായി ഈ ആശുപത്രി മാറി. ഇപ്പോൾ വൈദ്യശാസ്ത്ര പഠനത്തിനും പരിശീലനത്തിനുമുള്ള ഒരു കേന്ദ്രമാക്കി ഇത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിൽ ആശുപത്രിയും ക്യാമ്പസും നടത്തുന്നത് ശ്രീ മൂകാംബിക ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റാണ് കേട്ടോ. ക്യാമ്പസിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ഹോസ്റ്റലുകളുണ്ട്. ഓരോന്നിലും ഒരു പഠനമുറി, വിനോദ ഇൻഡോർ ഗെയിംസ് റൂം, ഒരു ഇൻ ഹൗസ് ജിംനേഷ്യം എന്നിവയും ഉണ്ട് കേട്ടോ. പ്രിൻസിപ്പൽ ഡോക്ടർ അമ്പിളി രമേശ് നയിക്കുന്ന ഈ കോളേജ് ശ്രീ മൂകാംബിക ചാരിറ്റബിൾ ട്രസ്റ്റാണ്, എഡ്യൂക്കേഷൻ ട്രസ്റ്റാണ് കേട്ടോ ഭരിക്കുന്നത് ഇപ്പോഴും. കൂട്ടുകാരെ, 2006 ഒക്ടോബറിൽ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചു. വാർഷിക പ്രവേശനം 150 വിദ്യാർത്ഥികളാണ്. സ്ഥാപനം വാഗ്ദാനം ചെയ്യുന്ന 4.5 വർഷത്തെ കോഴ്സ് MBBS ആണ്. ഒരു വർഷത്തെ ഇന്ത്യൻ കാലയളവിന് മുമ്പ് ഇത് പൂർത്തിയാക്കണം. NMC മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആശുപത്രിയിൽ വിവിധ വകുപ്പുകളായി MD MS കോഴ്സുകളും ഉണ്ട് കേട്ടോ. പ്രീ ക്ലിനിക്കൽ 2 സെമസ്റ്ററായിട്ട് അനാട്ടമി, ശരീരശാസ്ത്രം, ബയോകെമിസ്ട്രി. പിന്നെ പാരാ ക്ലിനിക്കൽ 3 സെമസ്റ്ററായിട്ട് ഫാർമക്കോളജി, മൈക്രോബയോളജി, പത്തോളജി, ഫോറൻസിക് മെഡിസിൻ എന്നിവയാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ ക്ലിനിക്കൽ 4 സെമസ്റ്ററായിട്ട് കമ്മ്യൂണിറ്റി മെഡിസിൻ, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, പ്രസവ ചികിത്സയും ഗൈനക്കോളജിയും, പീഡിയാട്രിക്സ്, ഓഫ്താൽമോളജി, ENT ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ. കൂട്ടുകാരെ, നമ്മൾ മുമ്പൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അമ്മാവൻ പാറ എന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങളുടെ മുൻപിലുള്ള ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് അമ്മാവൻ പാറ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ താഴെഭാഗത്ത് തന്നെയാണ് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹോസ്പിറ്റലുണ്ടെന്ന്. അപ്പോൾ ആ ഹോസ്പിറ്റലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ രീതിയിൽ ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം പൂന്തോട്ടങ്ങളും പിന്നെ അതുകൂടാതെ തന്നെ നല്ല രീതിയിൽ
വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വൃത്തിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. പിന്നെ എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് സൗകര്യം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഷോപ്പിൻ്റെയും ലാബിൻ്റെയൊക്കെ കാര്യങ്ങൾ പാർക്കിംഗ് ഇതെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കോഫി ഹൗസുണ്ട്, പിന്നെ ഒരു ക്യാൻറ്റീനുണ്ട്, ഒരു ചെറിയൊരു ഓഡിറ്റോറിയം, ഇങ്ങനെയുള്ളതെല്ലാം നമ്മുടെ ഈ ഹോസ്പിറ്റലിനകത്ത് ഉണ്ട് കേട്ടോ. പിന്നെ സെക്യൂരിറ്റി സിസ്റ്റം വളരെ വിപുലമായി ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ എല്ലാ ആവശ്യങ്ങൾക്കും സെക്യൂരിറ്റീസ് ഒരുപാട് ഇവിടെ ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ കാർഡുകളെല്ലാം ഇവിടെ അക്സെപ്റ്റബിൾ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ ചികിത്സാ കാർഡുകളൊക്കെ ഇവിടെ അക്സെപ്റ്റ് ആണ്. പിന്നെ എല്ലാ തരത്തിലുള്ള ചികിത്സകളും ഇവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് പാവപ്പെട്ടവർക്കാണെങ്കിലും ക്യാഷ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് അറിവ് കേട്ടോ. പിന്നെ കോളേജിനകത്തായിട്ടുള്ള കോളേജ് ബസ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. അവർക്കായിട്ട് സഹകരിച്ച് പോകുന്ന രീതിയിലുള്ള കോളേജ് ബസ്സുകൾ അവർ യഥാസമയം വീടുകളിൽ എത്തിക്കുന്നതിനും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് എത്തിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള കോളേജ് വണ്ടികളുണ്ട്. പിന്നെ കെട്ടിടങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. കെട്ടിടങ്ങളെല്ലാം നല്ല രീതിയിലുള്ള സൗകര്യങ്ങളോട് കൂടിയുള്ള കെട്ടിടങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും കെട്ടിടങ്ങളെല്ലാം പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ പാർക്കിംഗ് സൗകര്യത്തിലൊക്കെ നല്ല പൂന്തോട്ടവും പിന്നെ ആ രീതിക്കുള്ള നല്ല വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പാറ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വട്ടപ്പാറ ഏരിയയിൽ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് പാറയാണല്ലോ. പക്ഷേ ആ പാറകളെല്ലാം അവർ വളരെ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഹോസ്പിറ്റലിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം. നമ്മൾ ഇത് ഹോസ്പിറ്റലിൽ എല്ലാവരും അർജൻറ്റായിട്ട് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരായിരിക്കും ചെയ്യുന്നത്. ഹോസ്പിറ്റൽ കഴിഞ്ഞ് നമ്മൾ മുൻവശത്തോട്ട് പോവുകയാണെങ്കിൽ മനോഹരമായ കുറേ വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കാവൊക്കെ ഉണ്ട്. നമ്മൾ ഈ എമ്മാവൻപാറയുടെ ടോപ്പിലായിട്ടൊരു കാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ ഹോസ്റ്റല് കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം നമുക്കിവിടെ നമ്മളിതാ ഈ നിൽക്കുന്നത് കണ്ടോ, ഇതൊരു പാറയുടെ മുൻവശത്താണ് കേട്ടോ. ഇത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ബേക്ക് ഭാഗത്തായിട്ട് കാണുന്ന ഒരു ടൈപ്പ് പാറയാണ് കേട്ടോ. എല്ലാം വളരെ മനോഹരമായി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ ഇവിടുത്തെ പ്രവർത്തനം ഇപ്പോഴും വളരെ നല്ല രീതിയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വികസനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലാം മൊത്തത്തിൽ എന്ത് നോക്കിയാലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ SUT വട്ടപ്പാറ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കൂട്ടുകാരെ, തലസ്ഥാനത്ത് തന്നെയാണ് നമ്മുടെ SUT വട്ടപ്പാറ എന്ന് പറയുന്നത്. നമുക്ക് അഭിമാനിക്കാൻ കേട്ടോ. തിരുവനന്തപുരത്തുകാർക്ക് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് SUT വട്ടപ്പാറ. ഇപ്പോൾ SUT വട്ടപ്പാറയെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഇതിലുള്ള പ്രവർത്തനങ്ങൾ അത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.